എന്തിനാന്നറിയോ? ശ്രീബാലയുടെ ഒരു ഉണ്ണിക്ക് കൊടുക്കാൻ. ശ്രീബാലയുടെ ഉണ്ണിയാണ് ആര്? ആദ്യ. അപ്പൊ ആ ഉണ്ണിക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ആദ്യം എന്താ ചെയ്യാ? വീട്ടുകാരെന്താ ചെയ്യാ? അതിനെ വളർത്തി വലുതാക്കി അതിൽ നിന്ന് ഉണ്ണി ഉണ്ടാവില്ലേ? അപ്പൊ ഒരു പെണ്ണുണ്ണീനെ നമ്മുടെ സ്കൂളിലേക്ക് തരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ വേറെ ഒരു കുട്ടിക്ക് കൊടുക്കും. ആ കുട്ടിയും അതിന്റെ ഒരു ഉണ്ണീനെ നമുക്ക് തരും. അപ്പൊ അടുത്ത ആൾക്ക് കൊടുക്കും. അങ്ങനെ 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 ഈ ആടുകുട്ടികള് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ ഓടിച്ചാടി കളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പക്ഷെ ആട് ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടില്. കൊറോണ സമയത്ത് നമ്മള് എല്ലാവരും എവിടെയായിരുന്നു? വീടിന്റെ ഉള്ളിലായിരുന്നു അല്ലെ? എവിടെയായിരുന്നു? പുറത്തേക്ക് ഇറങ്ങാനോ വേറെ സ്ഥലങ്ങളിലേക്ക് പോകാനോ കളിക്കാനോ ഒന്നും നമുക്ക് പറ്റിയിരുന്നില്ല അല്ലല്ലോ. ആ സമയത്താണ് എന്റെ മോന് ഒരു ആവശ്യം പറഞ്ഞത്. എനിക്ക് കുറച്ച് പൈസ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു 100-200 രൂപയാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അവൻ പറഞ്ഞു എനിക്കൊരു 3000 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 3000 രൂപ എന്തായാലും എന്താ കാര്യം ചോദിച്ചപ്പോ അവൻ പറഞ്ഞു എനിക്കൊരു ആട്ടുംകുട്ടീനെ മേടിക്കണം. അമ്മാമ്മേടെ വീട്ടില് ആടുണ്ട്. ആ ആട് പ്രസവിച്ചിട്ട് 4 കുട്ടികളാണ് ഉണ്ടായത്. അപ്പൊ ഒരു ആട്ടുംകുട്ടീനെ എനിക്ക് മേടിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരി സമ്മതിച്ചു. ഒരു 3000 രൂപ അവന്റെ സേവിങ് ഉണ്ടായിരുന്നു. 4 മക്കളാണ് എനിക്കുള്ളത്. അപ്പൊ 4 ആൾക്ക് ഓരോ കൊടുക്കുക. എന്തിനാ? പോക്കറ്റ് മണി കിട്ടില്ല ഇടയ്ക്ക് കിട്ടോ? അപ്പൊ കുറേശ്ശെയായിട്ട് ഇട്ട് വെക്കുക. അപ്പൊ അവന്റെ ഒരു 3000 രൂപയും കിട്ടിയിട്ട് അങ്ങനെ 6000 രൂപയ്ക്ക് ആടിനെ മേടിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് എന്റെ വീട്ടിൽ ആടുണ്ടായത്. അങ്ങനെ അവൻ കൊറോണ സമയത്ത് എവിടേക്കും കളിക്കാൻ പോകാൻ പറ്റില്ല. അവനൊരു 8ാം ക്ലാസ്സിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു. അപ്പൊ ഒരിക്കലും കളിക്കാൻ പോകാൻ പറ്റില്ല. അപ്പൊ അവൻ ചെയ്തു ആ ആടിനൊക്കെ നന്നായി നോക്കി. പിന്നെ ഉണ്ടായത് 2 കുട്ടികളുണ്ടായപ്പോ ഭയങ്കര സന്തോഷമായി അവന്. അങ്ങനെ ഒരു ആടുമുട്ടീനെ വിറ്റു. ഒരു ആടുമുട്ടി വീണ്ടും പ്രസവിച്ചു 4 കുട്ടികളെ. അങ്ങനെ ഇപ്പൊ ആയി ഒരു 10-30 ആടുകൾ ഇപ്പൊ ഉണ്ട് നിലവിൽ ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെങ്കിലും അവന് ഇപ്പോഴും ആ മൃഗങ്ങളോടൊരു ഇഷ്ടം ഇപ്പോഴും അവനുണ്ട്. അത് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ പരിപാടിയെ സുബിദാസനെ ക്ഷണിച്ചപ്പോൾ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സൗഹൃദവും സ്നേഹവുമെല്ലാം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയതെന്ന് ഇവിടെ സൂചിപ്പിച്ചു. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിൽ വരുന്നവരാണ്. ആ വ്യത്യസ്തമായിട്ടുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് പല സഹജീവികളോടൊത്തും നമുക്ക് സ്നേഹവും വാത്സല്യവും ഒക്കെ തോന്നിയിട്ടുണ്ട്. ആ പരിപാടിയിലാണ് മദനൻ മാഷ് ഇത്തരം ആശയം നമ്മളോട് പങ്കുവച്ചത്. ആ പരിപാടിയിൽ വെച്ച് തന്നെ അന്ന് ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഇവിടുത്തെ മുൻ PTA പ്രസിഡന്റ് കൂടിയായ മനോജ് മാഷ് പറയാണ് ഇതിന്റെ ആദ്യത്തെ ആടിനെ ഞാൻ തരാം. ആ യോഗത്തിൽ വെച്ച് ആ പരിപാടിയിൽ വെച്ച് തന്നെ പറയാണ് ആദ്യത്തെ ആടിനെ ഞാൻ തരാമെന്ന് പറയാം. അങ്ങനെയാണ് ഈ പരിപാടി നമ്മൾ നിറവിന് ശേഷം മറ്റൊരു പരിപാടിയായിട്ട് സംഘടിപ്പിക്കുന്നത്. പക്ഷെ ഒപ്പം സങ്കടമുണ്ട്. കാരണം 3 വർഷം മുന്നെയാണ് ഞാനിത് വാങ്ങി ഇവിടെ പോണത്. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്റെ മനസ്സിൽ പിറ്റത്തെ വർഷം തന്നെ ഒരു അമ്പിളിക്കുട്ടിക്ക് ഒരു കുട്ടീനെ ആയിട്ട് എനിക്ക് സ്കൂളിൽ വരാൻ പറ്റും എന്നാണ്. പക്ഷെ പറ്റിയില്ല. ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അതിന്റെ പുറകെ. ഒരു പ്രാവശ്യം അത് പ്രസവിച്ചു 3 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ 3 കുട്ടികളെ നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് ടെൻഷനായി. ഞാൻ എന്ത് ചെയ്യും? നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നടത്തണ്ടേ? മാഷോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എന്താ ചെയ്യാം കുഴപ്പമില്ല. പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് നിറവിന്റെ ഭാഗമായിട്ട് അമ്മിണിക്കുട്ടി എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് ഒരു ആട്ടിൻകുട്ടിയെ കൊടുത്തു. അത് വലുതായി അതിന്റെ കുട്ടിയെ അടുത്ത ആൾക്ക് കൈമാറി. അങ്ങനെ എല്ലാ കുട്ടികൾക്കും ആട്ടിൻകുട്ടി എത്തിക്കുക എന്നൊരു